യെസ്. ആ ശരി, ഞാനത് മറന്നു സാർ. ഇപ്പൊ വേണുവേട്ടനോട് ചോദിച്ച് തിരിച്ചു വിളിക്കാം. ആ നേരി, മുതലാളി വന്നില്ലേ? വന്നു, ഉടനെ പോവും ചെയ്തു. എവിടേക്കാ പോയെന്നൂലം പറഞ്ഞോ? ക്ലബിലുണ്ടാവുമെന്ന് പറഞ്ഞു. വേണു മുതലാളി വന്നോ മാധവ? വന്നു, വന്നിട്ട് അപ്പൊ തന്നെ പോയി. ഞാൻ കുളിമുറി കയറിയതായിരുന്നു. നല്ല തലവേദന, നേരത്തെ വന്നു. അതാ അപ്പൊ നന്നായേ. തലവേദന വരുമ്പോ രണ്ടാൾക്ക് ഒരുമിച്ചാ വരണമല്ലോ. വേണുവേട്ടൻ 2 ആസ്പ്രോ കഴിച്ച് കിടക്കുന്നുണ്ട്. കാറ് കണ്ടില്ലേ? എന്തോ ചില്ലറ പണിയുണ്ട്, വർക്ക്ഷോപ്പിലൊന്ന് കാണിച്ചിട്ട് വരാന്ന് പറഞ്ഞു ഡ്രൈവർ. കുമാരേട്ടാ, എന്താ വേണ്ടേ? കുമാരേട്ടനൊന്ന് മകളുടെ അടുത്ത് പോയി വരാന്ന് പറഞ്ഞ് 1/2 ദിവസത്തെ ലീവ് ചോദിച്ചു. എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടാ പോയത്. ഞാൻ കുളിക്കാൻ കയറാണ്. എന്തെങ്കിലും വേണോ? വേണ്ട. Yes. Speaking. That's good. Very good. Fine. I will send Rajan. That's always better. देखेंगे bye, देखेंगे. Bye. Thank you. നീ എപ്പോ വന്നു? ബിയറിൽ നിർത്തിക്കോ, പകലാണ്. ബാങ്കിൽ നിന്ന് വിളിച്ചിരുന്നു. എന്തിന്? ഇപ്പൊ എങ്ങനെയുണ്ട്? കുറവുണ്ട്. 1 മണിക്കൂർ നേരം എരിപൊരി സഞ്ചാരം കൊണ്ടു. ബോംബെന്ന് കാള് വന്നു. സ്റ്റെർലിംഗ് ഗ്രൂപ്പിന്റെ GM നാളെ മുതൽ 2 ദിവസം ബോംബെയിലുണ്ടാവും. മറ്റന്നാൾ രാവിലേക്ക് അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. നാളെ നീ ബോംബെക്ക് പോണം. ദാ ഇവിടെ ഒരു 4 ദിവസത്തെ കാഷ്വൽ ലീവ് കൊടുക്കണം. ഞങ്ങളെ വരാൻ പോകുന്ന ഹോട്ടൽ കമ്പനിയുടെ കാര്യത്തിനാണ്. ഞാൻ പോയിട്ടിപ്പോ നീയും നരേഷും ഒരു ഫോർമൽ അപ്രൂവൽ. നമ്മൾ പണി തുടങ്ങി അവർ ആ ചേഞ്ച് ഈ ചേഞ്ച് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വലയും. പേപ്പേഴ്സ്, ഡിസ്കസ് ചെയ്യാനുള്ള പോയിന്റ്സ് ഒക്കെ ഞാൻ പ്രിപ്പയർ ചെയ്ത് തരും. നീ വേഗം ഓഫീസിലേക്ക് വാ. കാർ വന്നു. അപ്പൊ വേണോട്ടിന് ഉണ്ണണ്ടേ? ചോറ് ചായ എന്നല്ലാണ്ട് ഈ കുട്ടിക്ക് വേറെ വിചാരമില്ലല്ലോ. വൈകുന്നെങ്കിൽ ഞാൻ പ്യൂണിനെ അയക്കാം, കൊടുത്തയച്ചാ മതി. ലഞ്ചോ ഡിന്നറോ എന്ത് വേണേ കൊടുത്തേക്ക്. അയാൾ പറഞ്ഞാൽ അതിലപ്പുറമില്ല. ഇത്തിരി താണ് തൊഴുതു നിന്നാൽ സന്തോഷാവുന്ന ടൈപ്പാണ് അത്രേ. യെസ്, കണക്ട് മീ. ഓക്കെ, പോയിക്കോളൂ. കണ്ട ശേഷം എന്നെ വിളിക്കേ. യെസ്, മിസ്റ്റർ കഫാറോ, when did you arrive? അംബാസഡർ കാർ വീട്ടിലേക്കൊന്ന് അയക്കണം. Always welcome. Plenty, but no bargain, Mr. Kafaro. ദേവി കിടന്നോ? ഇല്ല, കഴിച്ചിട്ടുമില്ല. വന്നിട്ട് മതിയെന്ന് പറഞ്ഞു. ഓ മൈ ഗാഡ്, ഞാൻ രാജൻ പറഞ്ഞ കാര്യം മറന്നു. കാർ അയക്കാൻ എന്നെ ഒന്ന് വിളിക്കായിരുന്നില്ലേ? ഏയ്, അത്യാവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. രാജേട്ടൻ പറഞ്ഞു നാട്ടിൽ വേണമെങ്കിൽ പൊയ്ക്കോളാൻ. വർക്ക്ഷോപ്പിൽ നിന്ന് ഡ്രൈവർ വന്നില്ല. അയാളെ കണ്ടാൽ ഓർക്കുമായിരുന്നു. ടാക്സി, പരിചയമുള്ള ടാക്സിയിലുണ്ട്, അയക്കായിരുന്നല്ലോ. രാജേട്ടൻ പറഞ്ഞേ ഉള്ളൂ. പോവണ്ട വിശേഷിച്ച് കാര്യമൊന്നുമില്ല. കഴിക്കാറായില്ലേ? നേരത്തെ എത്തണമെന്ന് വിചാരിച്ചിട്ടും വൈകി. വീട്ടിലാവുമ്പോഴും അച്ഛൻ വരാൻ ഒരുപാട് വൈകും. ഒരു ഇറ്റലിക്കാരൻ, ഇംഗ്ലീഷും ശരിക്കറിയില്ല. ഭയങ്കര അധ്വാനമാണ് അയാളോട് സംസാരിക്കാന്ന് വെച്ചാൽ. പക്ഷെ അയാൾ മാക്സിമം മരം വാങ്ങിക്കുന്നത് നമ്മുടെ അടുത്തുനിന്നാ. ഗീവ് മി എ ഡ്രിങ്ക്. വേണോ? ജസ്റ്റ് 1. 3 എണ്ണമാണ് സ്ഥിരം കോട്ട. 2 എണ്ണം സായിപ്പിനൂടെ കഴിഞ്ഞു. ചെല്.
നാളെ പോണോ നാട്ടില്? അങ്ങനെ രാജേട്ടൻ പറഞ്ഞിരുന്നു. അതിലും നല്ലതൊരു വണ്ടി അയച്ച് അച്ഛനോടും അമ്മയോടും ഇങ്ങോട്ട് വരാൻ പറയാം. രാജന്റെ അച്ഛനും അമ്മയോട് താമസിച്ചിട്ടില്ലല്ലോ. അവരും വരട്ടെ. വേണമെങ്കിൽ 2 വണ്ടി അയക്കാം. കുട്ടികളും വരട്ടെ. വെക്കേഷൻ അല്ലേ? വീട് നിറച്ച ആളുണ്ടാവുന്ന ഒരു രസല്ലേ? ഫൈൻ, അത് ചെയ്യാം. കുമാരേട്ടന്റെ സഹായത്തിന് ക്ലബിൽ നിന്ന് ഒരാളെ കൂടെ വിളിക്കാം. ഈസി. ഓരോരുത്തരുടെ ജോലിക്കാര്യം പറഞ്ഞ് എനിക്ക് നാട്ടിൽ നിന്ന് ചില കത്തൊക്കെ വരുന്നുണ്ട്. നാട്ടിൽ ചെന്നാ അതാവും ഇനിയൊരു ശല്യം. എന്ത് ചെയ്യാൻ? വരുന്ന ഓരോ കേസും കേട്ടാ നമുക്ക് വിഷമം തോന്നും. സാധിക്കണ്ടേ? കണക്കെഴുത്തെന്നും പറഞ്ഞ് എനിക്ക് ആദ്യം കിട്ടിയ ജോലി ചെന്ന് നോക്കിയപ്പോ തോട്ടപ്പണിയായിരുന്നു. ഒരു സേട്ടുവിന്റെ വീട്ടിൽ. ശിവേട്ടൻ ശ്രമിച്ചിട്ട് കിട്ടിയതാ. ഒരു 6-7 മാസം നോക്കി. പണി എങ്ങനെ ഉണ്ടോ എന്ന് ചോദിക്കും. കൊള്ളാന്നേ പറയൂ. പുല്ലുവെട്ടലും വേലി കത്തിരിക്കലും ഒക്കെയാണ് ജോലിയൊന്നും മിണ്ടിയതേ ഇല്ല. വേണുവേട്ടന്റെ എക്സ്പീരിയൻസ് ഭയങ്കരാണല്ലോ. അതും നല്ലതാ. അതൊക്കെയായിരുന്നു ശരിക്കുമുള്ള പഠിപ്പ്. ഈവനിങ് കോളേജിൽ പഠിച്ചതൊന്നും വലിയ കാര്യമല്ല. തോട്ടക്കാരന്റെ പണി എത്ര കാലം? പിന്നെ അത് 6 മാസം. ജയിലിലായി എന്നതാണ് ഉദ്യോഗം കൊണ്ടുണ്ടായ മിച്ചം. ജയിലിലോ? എന്തിന്? കളവ് കേസ്. ജാമ്യത്തിൽ ഇറക്കിക്കൊണ്ടുവരുമ്പോ ശിവേട്ടൻ അടിച്ച അടി അത് മറക്കില്ല. ശരിക്ക് കളവ്? ഞാൻ കണ്ടിട്ടില്ല. അടി കഴിഞ്ഞ് സത്യം പറഞ്ഞപ്പോ പാവം ശിവേട്ടൻ എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ഞാനും കരഞ്ഞുപോയി. പിന്നെങ്ങനെ ജയിലില്? സേട്ടു മഹാഭക്തൻ, നല്ല മനുഷ്യൻ. അയാളും വിശ്വസിക്കുന്നല്ലോ എന്നതായിരുന്നു സങ്കടം. സേട്ടൂത്തിയുടെ മാല മോഷണം പോയി. കട്ടത് ഞാനാവാനേ വഴിയുള്ളെന്ന് ആയമ്മ തറപ്പിച്ച് പറഞ്ഞപ്പോ അയാൾ പോലീസിനെ വിളിച്ചു. ആരാ ശരിക്ക് കട്ടത്? ആരും കട്ടിട്ടില്ല, വെറുതെ പറഞ്ഞതാ. വെറുതെ? സേട്ടുവിന്റെ പാർട്ട്ണറുടെ മകൻ ഒരു അഴകുഴമ്പൻ യൂസ്ലെസ് ഉണ്ട്. വേലക്കാരിത്തള്ള എന്തിനു വിളിച്ച് അകത്തു പോയപ്പോ ആ ചെക്കനും ആയമ്മയും തമ്മില് അപകടത്തിൽ ഞാനത് കണ്ടുപോയി. നാണക്കേട്. സത്യം പറയായിരുന്നില്ലേ? സേട്ടുവിനോട് എങ്ങനെ പറയും? പറഞ്ഞാൽ ആര് വിശ്വസിക്കും? ജീവിതത്തിന്റെ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ച ആദ്യത്തെ പാഠം, സത്യമെന്നത് ചിലവാകാത്ത കള്ളനാണയം. വരൂ, കഴിക്കാം. പിന്നൊരു കാര്യം, കുമാരേട്ടന് നേരത്തെ ഇൻസ്ട്രക്ഷൻ ഉള്ളതാണ്. എന്നെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ വെയിറ്റ് ചെയ്യരുത്. സമയമാകുമ്പോ കഴിച്ചോളുക. ടൈമിന് ഭക്ഷണം കഴിക്കാൻ എനിക്ക് പലപ്പോഴും പറ്റാറില്ല. വേണമെന്ന് വിചാരിച്ചാൽ തന്നെ. അങ്ങനെ പോരാ. ഇനി ഞാനിത് ശാസിക്കാൻ പോവാണ്. ആരോഗ്യം നോക്കുന്നില്ലെന്ന് കുമാരേട്ടനും പറയുന്നുണ്ട്. നോക്കാം, ശ്രമിച്ചു നോക്കാം. ഹലോ, യെസ്, ആര്? രാജനോ? ഫ്ലൈറ്റ് ടൈമിനായിരുന്നോ? ശരി. ദേവിയോ? ഇല്ല, പോയിട്ടില്ല. ഇവിടെ തന്നെ ഉണ്ട്. ഇതാ കൊടുക്കാം. ദേവി, രാജന, ബോംബെ. ഹലോ ഹലോ ഹലോ, കേൾക്കണില്ലല്ലോ. ഹലോ ഹലോ, ലൈൻ കട്ടായി. നമ്മുടെ ടെലിഫോൺ സിസ്റ്റം. വെറുതെ വിളിച്ചതാ, കാര്യമൊന്നുമില്ല. 11:30. ഇരിക്കെ, ഞാൻ കഴിച്ചു കഴിയാൻ കാത്തിരിക്കണ്ട.